വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലൈവ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ട്രേഡ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് വിജയിച്ചു എന്നുള്ളതല്ല നമ്മുടെ മുന്നിലത്തെ മെയിനായിട്ടുള്ള സംഭവം. ഇതിനകത്തെ ട്രേഡ് ലോജിക്ക് എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത് എന്നുള്ളതാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ആ ടാർഗറ്റിലേക്ക് പോകുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണുക. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു കൺസിസ്റ്റൻ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ഇറങ്ങി വരുന്നു, വോളിയം കൂടുന്നു, റൈറ്റ്. അപ്പം അങ്ങനെ വോളിയം കൂടിയപ്പം നമുക്കിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ട്രേഡ് സെറ്റപ്പ് പ്രകാരം നമുക്കൊരു ടാർഗറ്റ് 1 ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഒരു ടാർഗറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ടാർഗറ്റ് ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഈ ടാർഗറ്റിന് ബോട്ടം പ്രൈസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കേണ്ടത്? ഇവിടെ വീണ്ടും സെല്ലിംഗ് പ്രഷർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? വീണ്ടും നമുക്ക് ബൈ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടുന്ന് ഈ ടാർഗറ്റിലേക്ക് നമുക്ക് എയിം ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ മനസ്സിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ എൻട്രിക്ക് കയറുന്നു, ഓൾറൈറ്റ്. ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നു, ഓൾറൈറ്റ്. ഇങ്ങോട്ട് താഴോട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുന്നു, മാർക്കറ്റ് ഓർഡർ ഇട്ടിട്ട് കളയുന്നു, എക്സിറ്റ് അടിക്കുന്നു. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൽ കൂടുതൽ വേണ്ട. മാർക്കറ്റ് ഇതിൻ്റെ താഴോട്ട് വന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ എക്സിറ്റ്. അപ്പം ഈ ട്രേഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിൽസ് ആണെങ്കിൽ പോലും ഇൻക്രീസ്ഡ് വോളിയത്തിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഇൻക്രീസ്ഡ് വോളിയത്തിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമ്പം ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് വീണ്ടും റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സെല്ലർ ആണ് ഇവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പം സെല്ലിംഗ് പൊസിഷനിലേക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? പെട്ടെന്ന് പ്രൈസ് നേരെ തിരിച്ചു പോകും. അപ്പം ഈ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ലെഗിൽ നമ്മൾ നോക്കുമ്പം ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് ഈ ഒരു ഹയസ്റ്റ് വോളിയം, ഇത് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണ്, ഈ ഒരു ഹയസ്റ്റ് വോളിയം. അപ്പം ഇവിടെയും പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് എൻട്രിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും, മനസ്സിലായോ? പിന്നെ നമ്മൾ നോക്കുമ്പം ഈ ഓവറോൾ സ്ട്രക്ചർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്? ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈവൻ ഇൻക്രീസ്ഡ് വോളിയം സെല്ലിങ്, അല്ലേ? വീണ്ടും സെല്ലിങ് ആ റേഞ്ചാണ്, പക്ഷേ ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് പിന്നെയും അതിന് മുകളിൽ കയറി ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ്, അത് ആ ഒരു പോർഷൻ ലിക്വിഡേറ്റ് ചെയ്ത് പോയി, റൈറ്റ്. അപ്പോൾ അങ്ങനെ ട്രേഡ് ലിക്വിഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് നേരെ താഴോട്ട് വരികയാണ്, ഓൾറൈറ്റ്. വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ വോളിയം ഇൻക്രീസ്, വീണ്ടും വോളിയം ഇൻക്രീസ്, അൺമിറ്റിഗേറ്റഡ് സ്ട്രക്ചറാണ്, ഓൾറൈറ്റ്. അപ്പം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ഹയസ്റ്റ് വോളിയത്തിൻ്റെ ഇവിടം വരെ നമുക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൈസ് നമ്മൾ ഓൾറെഡി എൻട്രിയിലാണ് ഇവിടെ, ഓൾറൈറ്റ്. എൻട്രി എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ വരുന്നുള്ളത് കാണിക്കാം. അപ്പം ഇവിടെ ഈ ഒരു സെല്ലിങ്ങിൻ്റെ ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ എൻട്രിയിലേക്ക് നമ്മൾ കയറുന്നത്, മനസ്സിലായോ? അപ്പം ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് വീണ്ടും നേരെ തിരിച്ച് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് സെല്ലിങ് കൂടി വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്. എന്തിനാണ്? ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രേഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഭയങ്കര സ്ലോ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ട് പതുക്കെ 1 ക്യാൻഡിൽ ടു അനദർ ക്യാൻഡിൽ ഇങ്ങനെ വെരി സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കറിയാം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആണ്. ഇവിടെ എല്ലാം വളരെ സ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇനിയും ഇവിടെ വെച്ച് സ്ലോ ആകാൻ ചാൻസ് ഉണ്ട്,
മനസ്സിലായോ? അപ്പം അങ്ങനെ സ്ലോ ആകാൻ ചാൻസ് ഉള്ളപ്പം നമ്മൾ ആ വരുന്ന മിറ്റിഗേഷനിൽ നമ്മൾ എക്സിറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ വലിയ ഈ എക്സാക്ട്ലി ഈ ടാർഗറ്റെ തന്നെ വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ബലം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് വന്നില്ലെങ്കിലോ? അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുന്നതിന് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് നമ്മളെ സംബന്ധിച്ച് ഹയർ ദ പോസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങോട്ട് പ്രൈസ് വരാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്ന പ്രൈസിന് പെട്ടെന്ന് ക്വിക്ക് സ്വീപ്പോട് കൂടി വരുവാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അധികം നേരം ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കി ഈ ട്രേഡ് എടുത്തിട്ട് എത്ര മിനിറ്റായി ഈ ക്യാൻഡിൽ 1 by 1 എണ്ണി കൗണ്ട് ചെയ്ത് നോക്കി. 1 2 3 4 5 6 7 മിനിറ്റായി അല്ലേ? 7 മിനിറ്റായി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈസ് വളരെ സ്ലോ ആയിട്ട് നിൽക്കുന്നു. അപ്പം ഇതാ സെല്ലിങ് വരുന്നുണ്ട് കണ്ടോ? സെല്ലിങ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മളിവിടെ നോക്കുന്നത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന്. ദിസ് ഈസ് ഫ്രാക്ടൽ വോളിയം ഡെലിവറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഡെലിവറി എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതിനെ ഡെലിവറി എന്നല്ല, നമ്മൾ അക്കൗണ്ടിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നതിനല്ല ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാക്ടൽ വോളിയം ഡെലിവറിക്കകത്ത് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, പതുക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡിക്രീസ്ഡ് വോളിയമാണ്, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോളിയം തീരെ ഇല്ലാതെ വരുമ്പോഴത്തേനും ക്വിക്ക് സ്വീപ്പിനുള്ള ചാൻസ് മുകളിലോട്ട് പിന്നെ ഉണ്ട്. അപ്പം നേരിട്ട് പ്രൈസ് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാണ്. സോ നമ്മൾ ഇവിടുത്തെ വോളിയത്തിലോട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, വേണോ വേണ്ടേന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പം വോളിയം കൂടി വരുവാണെങ്കിൽ സ്വീപ്പ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും വോളിയം ഇതുപോലെ തന്നെ കൂടുവാണെങ്കിൽ വീണ്ടും ഹയർ ദ പോസിബിലിറ്റി പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുണ്ട്. അപ്പം വീണ്ടും പ്രൈസ് ഒരു കുറേ നേരം അവിടെ ഈ ആ മാർക്കറ്റിനൊപ്പം നമ്മൾ പോകുമ്പോൾ കണ്ടോ എത്രമാത്രം സമയം എടുത്തിട്ടാണ് ഇത് പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ് എങ്കിൽ പോലും എത്രമാത്രം സമയം എടുത്തിട്ടുണ്ട്. സോ ബോറടിക്കാൻ തുടങ്ങി, റൈറ്റ്. ട്രേഡ് നമ്മൾ ഓൾറെഡി ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബോറടിക്കാൻ തുടങ്ങി. പ്രൈസ് അതിൻ്റെ മുകളിൽ വന്ന് പതുക്കെ വന്ന് ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനിലേക്ക് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയി. മനസ്സിലായോ? അപ്പം മേ ബി ആ ഒരു പോർഷൻ ഇവിടെ ഇത് വന്നിട്ട് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലുണ്ട്. ഈ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പെട്ടെന്ന് ഒരു ക്വിക്ക് സ്വീപ്പ് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവിടെ വെച്ച് തന്നെ നമുക്ക് ആ പ്രീമിയത്തിൻ്റെ പ്രൈസ് കയറി വരുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ പി ആൻഡ് എൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. പി ആൻഡ് എൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും